അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാന്യരായ സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ ചൂഷണങ്ങൾ നടക്കുന്നത് ആത്മീയ മേഖലയിലാണ്. പ്രത്യേകിച്ച് സിഹർ ബാധിച്ചു, കണ്ണീർ ബാധിച്ചു, ജിന്ന് ബാധിച്ചു. ഇതിൻ്റെയൊക്കെ പേരിൽ ഒരുപാട് ചൂഷണങ്ങളും ഒരുപാട് മോശമായ കാര്യങ്ങളും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്നുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം നാം മനസ്സിലാക്കേണ്ടത്, സിഹറാണെങ്കിലും ജിന്നുബാധയാണെങ്കിലും ഇനി കണ്ണീറാണെങ്കിലും മറ്റുള്ള ശൈത്വാനിയത്തുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വിധിച്ച വിധിയെ മറികടന്ന് ഈ ലോകത്തൊന്നും സംഭവിക്കില്ല. വിശുദ്ധ ഖുർആൻ കൃത്യമായി തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഖുല്ല യുസീബന ഇല്ലാ മാ ഖതബല്ലാഹു ലനാ, ഖുല്ല യുസീബന പറയുക, ഇല്ലാ മാ ഖതബല്ലാഹു ലനാ നമ്മളെ ബാധിക്കില്ല അള്ളാഹു രേഖപ്പെടുത്തിയതല്ലാതെ. ഹുവ മൗലാന അള്ളാഹുവാണ് നമ്മുടെ രക്ഷാധികാരി, സഹായി. വഅലല്ലാഹി ഫലയതവക്കലിൽ മുഅ്മിനൂൻ വിശ്വാസികൾ അള്ളാഹുൽ തവക്കുലാക്കട്ടെ. മാത്രമല്ല, വിശുദ്ധ ഖുർആൻ ഈ സിഹറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൂചിപ്പിക്കുന്ന ശ്രദ്ധേയമായൊരു പരാമർശമുണ്ട്. വമാഹും ബിദ്വാരീന ബിഹി മിൻ അഹദിൻ ഇല്ലാ ബിഇദ്നില്ലാ, അള്ളാഹുവിൻ്റെ ഇതിനില്ലാതെ ഇതുകൊണ്ടൊരു ഉപദ്രവം ചെയ്യാൻ ഒരാൾക്കും കഴിയില്ല. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെങ്കിലും അത് അള്ളാഹുവിൻ്റെ വിധിപ്രകാരം മാത്രമേ സംഭവിക്കുകയുള്ളൂ. അതാണ് ഒരു വിശ്വാസി മനസ്സിലാദ്യം നിശ്ചയിക്കേണ്ടത്. അതുകൊണ്ട് ഒരു നൂലോ തകിടോ മൊട്ടത്തൊണ്ടോ ഒന്നും നമ്മൾ പേടിക്കേണ്ട. എൻ്റെ ജീവിതത്തിൽ ഈ ഷർറ് വരാൻ പടച്ചവൻ തീരുമാനിച്ചാൽ വരും, ഇല്ലേ വരില്ല. പടച്ചവൻ്റെ തീരുമാനത്തിന് വിരുദ്ധമായി അപ്പുറത്ത് ഒരു ഷർറും നമുക്കുണ്ടാവില്ല. അത് ശൈത്വാനിയത്താണെങ്കിലും അല്ലാത്ത എന്താണെങ്കിലും. ഇനി നമുക്കൊരു തലവേദന വന്നു, രോഗം മാറാതെ വന്നു, ശരീരത്തിന് പ്രയാസം ഉണ്ടായി, ഉടനെ നമ്മൾ വിശ്വസിക്കേണ്ടത് ഇത് ശൈത്താനിയത്താണ്, ഇത് ജിന്നി കയറിയതാണ്, ഇത് സിഹ്റ് കൂടിയതാണ്, ഇത് കണ്ണേറി, അങ്ങനെ ഒരു ചിന്ത വിശ്വാസിക്ക് ഉണ്ടാകാൻ പാടില്ല. കാരണം വളരെ വ്യക്തമായി ഹദീസിൽ കാണാൻ കഴിയും. അബൂ മലിഹ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഞാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിന്നിൽ യാത്ര ചെയ്യുകയായിരുന്നു. ആ സമയത്ത് ഫഅഥറത് ദാബ, വാഹനമൃഗമൊന്നു കാല് വഴുതി. ഫഖുൽതു, അപ്പോൾ പിന്നിലിരുന്ന സ്വഹാബി പറഞ്ഞു, തഇസ ഷൈത്താൻ, ഷൈത്താന് നാശം. അപ്പോൾ ഈ വാഹനമൃഗം കാലിൽ വഴുതിയത് എന്തുകൊണ്ടാണ്? ഷൈത്താൻ കാരണമാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയാണ്, തഇസ ഷൈത്താൻ, ഷൈത്താൻ നശിക്കട്ടെ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് വെരി ഗുഡ്, കൊള്ളാമെന്നാണോ? അല്ല. ലാ തഖുൽ തഇസ ഷൈത്താൻ, നീ ഒരിക്കലും അങ്ങനെ പറയരുത്. തലവേദന ബാധിക്കുമ്പോൾ ഇത് ഷൈത്താൻ കയറിയതാണ്, രോഗം മാറാതെ വരുമ്പോൾ ഇത് ഷൈത്താൻ കൂടിയതാണ്, ഇത് ഷൈത്താനിയത്താണ്. ആ വർത്തമാനം നമ്മൾ പറയരുത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം സിഹർ ബാധിച്ചതാണോ, കണ്ണീർ കിട്ടിയതാണോ, അല്ലെങ്കിൽ ജിന്നി കയറിയതാണോ, ജിന്നിബാധയാണെന്ന് പറഞ്ഞാൽ നമുക്ക് കഴിയില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇത് കഴിയുന്ന കാര്യമല്ല. നമുക്ക് ഭൗതികമായി ഈ ദുനിയാവിൽ ജീവിക്കുന്ന മനുഷ്യന് മനുഷ്യപ്രകൃതിക്ക് അപ്പുറത്തുള്ള ഈ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചറിയാനുള്ള ഒരു ബാധയും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേർക്ക് നേരെ പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ തലവേദന വന്നാൽ, അപസ്മാരം വന്നാൽ, ശരീരം മെലിഞ്ഞാൽ, ശരീരത്തിൽ അസുഖമുണ്ടായാൽ, മാനസികമായി പ്രയാസം ഉണ്ടായാൽ ഷൈത്താൻ കൂടിയതാണ്, ജിന്നി കയറിയതാണ്, ഇങ്ങനെയല്ല നമ്മളത് നിശ്ചയിക്കേണ്ടത്. ഷൈത്താനിയത്താണ് എന്ന് നീ വിധി എഴുതരുത്. അങ്ങനെ വിധി എഴുതിയാൽ ഷൈത്താൻ വീട് പോലെ വലുതായിട്ട് പറയും, കണ്ടോ എൻ്റെ ശക്തി കണ്ടോ. നേരെ മറിച്ച് നീ പറയേണ്ടത് ബിസ്മില്ലാ, ഇത് പടച്ചവൻ്റെ തീരുമാനമാണ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുക, എനിക്ക് ഷർറുണ്ടായി, ഇത് റബ്ബിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ വിധിയാണ്, അള്ളാഹുവിൻ്റെ നിശ്ചയമാണെന്ന് പറഞ്ഞാൽ തസാഗറ ഷൈത്വാനു, ഷൈത്താൻ ചെറുതാ. ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ അത് ഷൈത്താനിയത്താണ്, അത് ജിന്നി കയറിയതാണ്, അത് കണ്ണീർ കിട്ടിയതാണ്, അത് സിഹർ കയറിയതാണ്, ഇങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്. മറിച്ച് ബിസ്മില്ല, ഈ ഒരു മുസീബത്ത് എൻ്റെ റബ്ബിൻ്റെ വിധിയാണ്, അതോടുകൂടി ആ പ്രയാസം അള്ളാഹു മാറ്റിത്തരും. മാത്രമല്ല ഫലക്ക്, നാസ്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി ഇതൊക്കെ ഊതി ശരീരത്തിൽ തടവുക, അള്ളാഹിനോട് ദുആയിരക്ക്, അള്ളാഹു മാറ്റിത്തരും. ഇതെൻ്റെ റബ്ബിൻ്റെ വിധിയാണ് എന്ന് ഉറച്ച് വിശ്വസിക്കുക. അതല്ലാതെ ഇതിൻ്റെയൊക്കെ മാർഗങ്ങളിലൂടെ പോയി ഇതുമായി സഞ്ചരിച്ചാൽ കുഫറിലും ഷിർക്കിലുമാണ് നമ്മൾ എത്തുക. അതായത് ജോൽസിൻ്റെ അടുത്തും കണിയാൻ്റെ അടുത്തും അവർ ചെയ്യുന്ന അതേ കർമ്മങ്ങൾ ചെയ്യുന്ന റാക്കിമാരുടെ അടുത്തും, പല റാക്കിമാരും ഈ രൂപത്തിൽ കണിയാൻ്റെ അടുത്ത് പോയാൽ കുഫറും ഷിർക്കും, പാതിരിയുടെ അടുത്ത് പോയാൽ കുഫറും ഷിർക്കും, മുസ്ലിയാർ അടുത്ത് പോയാൽ കുഫറും ഷിർക്കും, എന്നാൽ റാക്കിയുടെ അടുത്ത് പോയാൽ ഓക്കെ. അതായത് റാഖി എന്ന പേരിൽ ഈ വിഷയത്തിൽ ചൂഷണം ചെയ്യുന്ന കള്ളന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. ഈ റാഖിമാരുണ്ടാക്കിയ ഫിത്തനകൾ ചെറുതൊന്നുമല്ല. എത്ര പേരെ ഇവർ കൊന്നു, എത്ര പേരെ പീഡിപ്പിച്ചു, എത്ര മരണങ്ങളുണ്ടായി. അള്ളാഹുവിൻ്റെ റസൂൽ നമ്മെ പഠിപ്പിച്ചു, ഫലക്ക്, നാസ്, ഇഖ്ലാസ്, ആയത്തുൽ കുർസി ഇതൊക്കെ ഊതി അള്ളാഹിനോട് പ്രാർത്ഥിക്കുക. ഔദു ബികലിമാത്തില്ലാഹി താമ്മ വമിൻ കുല്ലി ശൈത്താനിൻ വഹമ്മ, ഔദു ബികലിമാത്തില്ലാഹി താമ്മത്തി മിൻ ശർരി മാ ഖലഖ്, അല്ലാഹുമ്മ ഇശ്ഫി അൻത ഷാഫി, എത്ര ദുആ, ഇതൊക്കെ പ്രാർത്ഥിക്കുക. ഇതാണ് അവിടെ ചെയ്യാനുള്ളത്. പ്രാർത്ഥിക്കാൻ അറിയാത്തവരെ നമ്മൾ സഹായിച്ചു കൊടുക്കുക. അതല്ലാതെ കേന്ദ്രം ഉണ്ടാക്കി അവിടെ പോയി ചികിത്സിച്ച് അത് മാറ്റി അടിച്ചിറക്കി, ഇതൊക്കെ ഇസ്ലാമിക വിരുദ്ധമാണ്. പ്രവാചകൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോ സ്വഹാബത്തോ ഇതുവരെ കൺസൾട്ടിങ് ഓഫീസ് നടത്തിയിട്ടില്ല. ഇതിൻ്റെയൊക്കെ പേരിൽ കൺസൾട്ടിങ് നടത്തുന്ന ഒരു ഓഫീസോ ഒരു കേന്ദ്രവും നടത്തിയിട്ടില്ല. അത് നിത്യജീവിതത്തിലെ പ്രാർത്ഥനകളുമായി ബന്ധപ്പെടുത്തി പഠിപ്പിച്ച ദുആകൾ നിർവഹിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഈ വിഷയത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.